ചൂതാട്ടവും ക്യാമറയും നൈറ്റ് ലൈഫും നൈറ്റ് ക്ലബ്ബുകളും എല്ലാം നിയമവിധേയമായിട്ട് നടക്കുന്ന ഒരു പ്രദേശം ചൈനയിലുണ്ടെന്ന്, കമ്മ്യൂണിസ്റ്റ് ചൈനയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് മക്കാവു. ഈ മക്കാവു ഹോങ്കോങ്ങിൽ നിന്ന് കടൽ കടന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ഹൈഡ്രോഫോയിൽ ബോട്ടിൽ യാത്ര ചെയ്താൽ നമുക്കവിടെ എത്താം. ഇന്ന് ഈ വൈകുന്നേരം മക്കാവുവിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹോങ്കോങ് ദ്വീപിൽ നിന്ന് ഫെറി കടന്ന് മെയിൻലാൻഡിനോട് ചേർന്ന ഭാഗത്തെത്തി അവിടെയാണ് ഈ മക്കാവുവിലേക്ക് പോകുന്ന ഹൈ സ്പീഡ് ഫെറികൾ പുറപ്പെടുന്ന സ്ഥലം. ഫെറി ടെർമിനൽ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ട കെട്ടിടത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ വലിയൊരു മാളാണ്. പല നിലകളുള്ള ഒരു മാള്, വമ്പനൊരു മാള്. ഇതിനകത്ത് കയറിയിട്ട് ദിക്ക് കിട്ടുന്നില്ല, ലെക്ക് കിട്ടുന്നില്ല. ഒടുവിൽ അങ്ങനെ ഞാൻ വട്ടം കറങ്ങി നടക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനായ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു, അയാൾ അതിനകത്ത് ഷോപ്പ് നടത്തുന്ന ആളാണ്. അയാളോട് ചോദിച്ചു, ഇത് എവിടെയാണ് ഈ ഫെറി ടെർമിനൽ? അപ്പോൾ അയാൾ പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് വഴി കാണിച്ചു തന്നു. ഇതാ ഇനി ഇങ്ങനെ നടന്നാൽ അങ്ങോട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ സ്കൈ സ്റ്റാർ ട്രാവലർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഓഫീസുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് കിട്ടുക. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ എമിഗ്രേഷൻ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ അവിടെ വലിയ ഒരു കൗണ്ടറുണ്ട്. ഈ ടിക്കറ്റുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടൊക്കെ പരിശോധിക്കും, ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. ഈ മക്കാവുവിലേക്ക് പോകാൻ പ്രത്യേകം നേരത്തെ വിസ എടുക്കേണ്ടതില്ല. ഇവിടുന്ന് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ ഹൈഡ്രോഫോയിൽ ബോട്ടുകളുടെ സർവീസ് ഉണ്ട്. ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറേണ്ട സമയമായി. ടർബോജെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹൈഡ്രോഫോയിൽ സർവീസാണിത്. അതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു വിമാനത്തിൻ്റെ അകത്തേതുപോലെയാണ്. അതിനകത്ത് എക്കണോമിക് ക്ലാസ് ഉണ്ട്, VIP ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു ബിസിനസ് ക്ലാസ് പോലത്തെ ഒരു സെക്ഷനുണ്ട്. ഇതെല്ലാം കൂടെ ഏകദേശം 340 പേർക്ക് ഈ ഒരൊറ്റ ബോട്ടിനകത്തിരിക്കാം. പല നിലകളിലായിട്ടാണ്. ഞങ്ങളതിനകത്ത് ഇരിപ്പുറപ്പിച്ചു. ഞങ്ങളുടെ ഈ ബോട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി, പയ്യെ ഓടിത്തുടങ്ങി. അത് കഴിഞ്ഞുണ്ടല്ലോ ഒരൊറ്റ പോക്കാണ്. റോക്കറ്റ് പോകുന്ന പോലെയാണ് പോകുന്നത്. വെള്ളത്തിന് മുകളിൽ കൂടി ഒരു വിമാനം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഹൈഡ്രോഫോയിൽ. ഈ ഹൈഡ്രോഫോയിൽ സംവിധാനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെ കണ്ടുപിടിച്ചൊരു ഗതാഗത സംവിധാനമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അതിവേഗത്തിൽ കടലിൽ കൂടെ പോകുന്നൊരു വാഹനം കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ഗവേഷണത്തിലാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ട് ഏകദേശം ഒരു ബോട്ട് തന്നെയാണ്. പക്ഷേ ഈ ബോട്ടിൻ്റെ ഹള്ളുണ്ടല്ലോ, അതായത് മനുഷ്യരിരിക്കുന്ന ബോഡിയും അതിൻ്റെ എഞ്ചിനിരിക്കുന്ന ഭാഗങ്ങളിൽ ചേർന്ന പ്രധാന ബോഡി, അത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. അത് ഓട്ടത്തിലാണ് ഈ പൊങ്ങുക. ഇതിൽ നിന്ന് ബോഡിയിൽ നിന്ന് താഴേക്ക് ഒരു ലെഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ലെഗ് താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് ഇത് കിടക്കും. ഈ ലെഗ് ചെന്നിട്ട് ഒരു വിമാനത്തിൻ്റെ ചിറക് പോലത്തെ ഒരു ചിറകയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് വെള്ളത്തിനടിയിൽ വലിയൊരു ചിറകുണ്ട് ഈ ഹൈഡ്രോഫോയിൽ ബോട്ടുകൾക്ക്. അപ്പോൾ ഇത് വെള്ളത്തിന് മുകളിലൂടെ ഇത് സ്പീഡ് കൂടും തോറും വിമാനത്തിൻ്റെ ചിറക് പോലെ തന്നെ, വിമാനത്തിൻ്റെ ചിറക് അറിയാമല്ലോ, സ്പീഡ് കൂടിക്കഴിയുമ്പോൾ വിമാനത്തെ മുകളിലേക്ക് ഉയർത്തും എന്നതുപോലെ തന്നെ ഈ ബോട്ടിനെ വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തും. ഈ ചിറകുകൾ വെള്ളത്തിന് മുകളിൽ വരില്ല, പുറത്തു വരില്ല, വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. അപ്പോൾ അതിങ്ങനെ അതിവേഗം നീങ്ങുമ്പോൾ ബോട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ ഈ ബോട്ട് പൊങ്ങി നിൽക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. ചിറകുകളെന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഉണ്ടാവാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വിമാനത്തിൻ്റെ ചിറക് പോലത്തെ ചിറകുകളാണ്. ഇതിന് ഊർജ്ജം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ മുൻപോട്ട് തള്ളുന്നത് എങ്ങനെയാണെന്നറിയോ? മുമ്പിൽ നിന്ന് വെള്ളമെടുത്ത് പുറകോട്ട് അതിവേഗം അതിശക്തിയിൽ ചീറ്റിച്ചിട്ടാണ് ഈ ബോട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ ഹൈഡ്രോഫോയിൽ ബോട്ടുകളെന്ന് പറയുന്നത് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് ഈ ഹോങ്കോങ്ങിൽ മാത്രമാണ്. ലോകത്ത് വേറെ പലയിടത്തൊക്കെ ഓടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും അതൊരു ഗംഭീര അനുഭവമാണ്. അങ്ങനെ ഓടി ഏതാണ്ട് ഒരു 40-45-50 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ മക്കാവുവിനോട് അടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അകലെ കുറേയേറെ കെട്ടിടങ്ങൾ, മോഡേൺ ബിൽഡിങ്ങുകൾ കാണാം. അതെല്ലാം കാസിനോകളാണ്. ഈ മക്കാവുവിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. 1999 വരെ മക്കാവു പോർച്ചുഗലിൻ്റെ ഒരു കോളനിയായിരുന്നു. പോർച്ചുഗലിൻ്റെ കയ്യിലായിരുന്നു. ചൈനയുടെ ചേർന്ന് കിടക്കുന്ന, ഇന്നിപ്പോൾ ചൈനയ്ക്കകത്തായി കിടക്കുന്ന ഈ മക്കാവു പ്രദേശം മുഴുവൻ പോർച്ചുഗീസുകാരുടെ ആയിരുന്നു. 99 ഇത് ചൈനയ്ക്ക് തിരിച്ചു കൊടുത്തെങ്കിലും ഹോങ്കോങ്ങിനെ ബ്രിട്ടൻ ചൈനയ്ക്ക് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനിലാണ്. അത് അടുത്ത 50 വർഷത്തേക്ക് ഇവിടുത്തെ സിസ്റ്റം മാറ്റരുത്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് പഴയ ആ ഒരു പോർച്ചുഗീസ് ശൈലിയിൽ ജീവിക്കാൻ അവസരം വേണം. അതുപോലുള്ള സംരംഭങ്ങൾ, ബിസിനസ്സുകാർ, പലവിധ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സ്വഭാവത്തിലേക്ക് മാറ്റരുതെന്നുള്ള വ്യവസ്ഥയിലാണ് കൊടുത്തത്. അങ്ങനെ
നമ്മൾ മക്കാവുവിനോട് അടുക്കുകയാണ്. അടുക്കുമ്പോൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കാസിനോകൾ കാണാം, ചൂതാട്ട കേന്ദ്രങ്ങൾ. ചൂതാട്ടമാണ് ആ പ്രദേശത്തിൻ്റെ റവന്യൂ. അങ്ങോട്ട് അടുക്കുമ്പോൾ വലിയൊരു പാലം കാണാം. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മളങ്ങ് പോകുന്നത്. ഈ പാലം 4.5 കിലോമീറ്റർ നീളമുള്ളൊരു പാലമാണ്. ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജിൻ്റെ പേര്. ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിൻ്റെ മറ്റേ അറ്റം തൈപ്പ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് നീണ്ടു കിടക്കുന്നത്. തൈപ്പയിൽ നിന്ന് ഇങ്ങോട്ട് 4.5 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ബോട്ട് ഇവിടെ അടുത്തു, തീരത്തോടടുക്കുമ്പോഴത്തേക്കും ബോട്ടൊന്ന് ഇരിക്കുന്നത് നമുക്കറിയാം. ഇതുവരെ ഇത്രയും നേരം പൊങ്ങിയാണല്ലോ, വെള്ളത്തിന് മുകളിൽ കൂടെയല്ലേ ഓടിക്കൊണ്ടിരുന്നത്. വെള്ളത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഏതാണ്ട് 1.5 മീറ്റർ ഉയർന്നിട്ടാണ് ഇവൻ പറന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തെ തൊടാതെ ഓടുന്നത്. അത് തീരത്തോടടുത്ത് സ്പീഡ് കുറയുമ്പോഴത്തേക്കും പയ്യെ താന്ന് വെള്ളത്തിലേക്ക് ഇരിക്കും. പിന്നെ തീരത്തോടടുത്തു വലിയൊരു ഫെറി ടെർമിനലിലേക്ക് കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പ്രോസസ്സ് പോലെ പുറത്തേക്ക് ഇറങ്ങണം. എമിഗ്രേഷൻ ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ ലഗേജൊക്കെ അവിടെ നിന്ന് എടുക്കാം. എനിക്ക് ലഗേജ് എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. ഈ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വിസിറ്റർ സെൻ്ററൊക്കെ ഉണ്ട്. ഞാൻ അവിടെ റോയൽ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ റിസപ്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ടാക്സി ഒന്നും വിളിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മിക്കവാറും റോയൽ ഹോട്ടലിൻ്റെ വണ്ടി വന്നിട്ടുണ്ടാവും, മിനി വാനുകളോ ബസ്സുകളോ ഒക്കെ ഉണ്ടാവും. എല്ലാ ഹോട്ടലുകാരും, പ്രധാനപ്പെട്ട എല്ലാ ഹോട്ടലുകളും, റോയലൊക്കെ നല്ല ഹോട്ടലാണ്, അവർക്കൊക്കെ ഓരോ മണിക്കൂറോ അരമണിക്കൂറോ ഇടവിട്ട് അവിടെ നിന്ന് ബസ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം ഫ്രീ ഷട്ടിൽ സർവീസാണ്. അത് ഈ ഹോട്ടലുകാർ കൊടുക്കുന്ന ഒരു സൗജന്യ സേവനമാണ്. അങ്ങനെ നോക്കി നിൽക്കുക, റോയൽ ഹോട്ടലിൻ്റെ ബസ് വരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഹോട്ടൽ വൗച്ചറൊക്കെ കാണിക്കേണ്ടി വരുന്നു, ഒന്നും വേണ്ടി വന്നില്ല, കയറിക്കോളാൻ പറഞ്ഞു. കയറിയിരുന്നു. അങ്ങനെ കുറച്ച് പേരോട് വന്ന് കയറി ഞങ്ങളുമായിട്ട് നഗരത്തിലൂടെ ഹോട്ടലിലേക്ക് പോവാണ്. ഈ വലിയ ദൂരമില്ല, ഈ കാസിനൊക്കെ ഇരിക്കുന്ന ആ പ്രധാന ഡൗൺ ടൗൺ ഏരിയയിൽ നിന്ന് ഒരു 100-300 മീറ്റർ അങ്ങ് പോയാൽ മതി. റോയൽ ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പം അത്ഭുതപ്പെടുത്തുന്ന നല്ല ഗംഭീര ഹോട്ടൽ. ഹോങ്കോങ്ങിൽ നമ്മളൊരു മരപ്പെട്ടി പോലത്തെ മുറിക്കകത്ത് കിടന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ അതിവിശാലമായ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലാണ്. രസം എന്താ അറിയോ, ഈ 5 സ്റ്റാർ ഹോട്ടലിന് 3000 രൂപയുള്ളൂ ഒരു രാത്രി വാടക, വെറും 3000 രൂപ. ഞാൻ മുറിയിൽ പോയി ലഗേജൊക്കെ വെച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും നേരെ ഇരുട്ടി, നേരെ സന്ധ്യയായി. അപ്പോൾ ഇനി നൈറ്റ് ലൈഫിൻ്റെ കേന്ദ്രമാണ് ഈ മക്കാവ് എന്ന് പറയുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം കലാപരിപാടികളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കാസിനോയാണ് ഇവിടുത്തെ ഒരു പ്രധാന സെൻറ്റർ. കാസിനോയിൽ കളിക്കാനാണ് എല്ലാവരും വരുന്നതെങ്കിലും ഷോപ്പിംഗ് ഒരു പ്രധാന ഇവൻ്റാണ് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം. ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളെല്ലാം അവിടെ ഷോപ്പുകളായിട്ടുണ്ടാവും. കൂടാതെ ഒത്തിരി ഷോകൾ നടക്കുന്നുണ്ട്. ഈ ഫൗണ്ടൻ ഷോകൾ, പലതരം ഫൗണ്ടൻ ഷോകൾ, അക്രോബാറ്റിക് ഷോകൾ, അതുപോലെ തന്നെ ഹോളുകൾക്കകത്ത് നടക്കുന്ന നിരവധിയായ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പലതും രാത്രി നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ക്യാബറേ ഷോകൾ, നൃത്ത സംഗീത പരിപാടികൾ നടക്കുന്നുണ്ടാവും. പിന്നെ ധാരാളം നൈറ്റ് ക്ലബ്ബുകളുണ്ട്. ഈ നൈറ്റ് ക്ലബ്ബുകൾ മുഴുവൻ സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഡാൻസ് ഷോകൾ നടക്കുന്നുണ്ട്, ഡാൻസ് ക്ലബ്ബുകളുണ്ട്. ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് അങ്ങോട്ട് ചെല്ലുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ബിസിനസ് പോലെ നടക്കുന്നില്ലെങ്കിലും പ്രോസ്റ്റിറ്റ്യൂഷനും അവിടെയുണ്ട്. അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വമേധയാ ഇത്തരം വ്യാപാരത്തിൽ വേണമെങ്കിൽ ഏർപ്പെടാം. പക്ഷേ അത് ഒരു സംഘടന, ഒരു പ്രസ്ഥാനമാക്കി അതൊരു വാണിജ്യവൽക്കരിക്കാൻ നിയമം അനുവദിക്കില്ല. പക്ഷേ അവരെ ഒന്നും നമ്മൾ ഈ വഴിയിലൊന്നും ഇങ്ങനെ കാത്തു നിൽക്കുന്നതായിട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊന്നും കാണില്ല. അതിനൊക്കെ എനിക്ക് തോന്നുന്നത് വേറെ എന്തെങ്കിലും സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങോ ഒക്കെ ആയിരിക്കാം നടക്കുന്നത്. അതോ ഇത്തരം നൈറ്റ് ക്ലബ്ബുകളോടനുബന്ധിച്ച് അതിനകത്ത് ഈ ആളുകളെ കണ്ടെത്താനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവണം. ഏതായാലും ഞാൻ ഈ നൈറ്റ് ലൈഫ് എന്താണ് എന്നൊന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനൊരു കാരണവും കൂടി ഉണ്ട്. ഞാൻ ഈ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് കേരളത്തിൽ വലിയൊരു വിവാദം ഉണ്ടായി. ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ, ഞാനിതിപ്പോൾ ഓർക്കുന്നില്ല അതാരാണെന്ന്, അയാൾ മക്കാവു സന്ദർശിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വാർത്തകളിൽ വലിയ 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 കോളുകളൊക്കെ സൃഷ്ടിച്ചു. എന്ന് മാത്രമല്ല, കുറേ ദിവസങ്ങളോളം വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ അയാൾ മക്കാവുവിൽ പോയിരിക്കുന്നു, ഇനി അയാളെ നമുക്ക് കേരളത്തിൽ തിരിച്ച് കയറ്റരുതെന്നുള്ള മറ്റുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ ഈ ചർച്ച നയിച്ചവരും മക്കാവ് കണ്ടിട്ടില്ല, ഇതിനകത്ത് കമൻറ്റ് പറയാൻ വന്നവരും മക്കാവ് കണ്ടിട്ടില്ല, ഈ ചാനലിലെ ആളുകളും മക്കാവ് കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ മക്കാവ് എന്താണെന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഹോങ്കോങ്ങിൽ ചെന്ന് ഞാൻ ഈ മക്കാവ് കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വഴിയോരത്ത് മുഴുവൻ നിരന്ന് നിൽക്കുന്ന ആഭാസന്മാരും ആഭാസകളുമായ സ്ത്രീ പുരുഷന്മാരായിരിക്കും, ഇവിടെ വഴിയരികു മുഴുവൻ പ്രശ്നങ്ങളായിരിക്കുന്ന. നമ്മളവിടെ ചെല്ലുമ്പം ചൈനയിലെ ഏതെങ്കിലും ഒരു പട്ടണം പോലെ, അല്ലെങ്കിൽ ഹോങ്കോങ് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വൃത്തിയായും ഭംഗിയായും ഒരുക്കി വെച്ചിരിക്കുന്ന തെരുവുകൾ, സുന്ദരമായ ഫുട്പാത്തുകൾ, ലൈറ്റപ്പ് ചെയ്ത മനോഹരമായ ബിൽഡിങ്ങുകൾ,
ആ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ 1500-കളിലെ 1600-കളിലെ 1700-കളിലെയൊക്കെ പോർച്ചുഗീസുകാർ പണിത കെട്ടിടങ്ങളും അതിനകത്ത് സുവനീർ ഷോപ്പുകൾ, ഫുഡ് കോർട്ടുകൾ, ഭക്ഷണം റെസ്റ്റോറൻറ്റുകൾ, ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളാണെങ്കിൽ നമ്മൾ ഈ ഡൗൺ ടൗൺ കാസിനോകളുടെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും വമ്പൻ കാസിനോകളാണ്. അതിൽ ഏറ്റവും വലുത് നമ്മൾ മക്കാവു എന്ന് സെർച്ച് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ മക്കാവുവിൻ്റെ പരസ്യമോ ഒക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഇമേജ് ഉണ്ട്. ഒരു വലിയൊരു ഭൂഗോളം പോലത്തെ വമ്പനൊരു ഗോളം. ഈ ഗോളത്തിനകത്ത് ഒരു 8-10 നില കെട്ടിടമാണെന്ന് ഓർക്കണം. അത്രയും ചേർന്നാണ് ഈ ഗോളം. അതിൻ്റെ മുകളിലേക്ക് ഒരു പൂ, ലില്ലിപ്പൂ ഇങ്ങനെ നിൽക്കുന്നത് പോലത്തെ ഒരു പൂ പോലത്തെ ഒരു 10-20 നിലകളുണ്ട് ഈ മുകളിലേക്ക്. ഇത് മുഴുവൻ LED ലൈറ്റ് കൊണ്ട് ഇലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ ഡിസ്പ്ലേ ഓടുന്നുണ്ട്. അതുപോലെ പലതരം ഷോകൾ ഇതിൻ്റെ പുറത്തോടെ നടക്കുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ ഇതിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. അതുപോലെ തന്നെ മറ്റു പല അങ്ങനെ പല കാസിനോകളുമുണ്ട്. നമ്മൾ ലാസ് വേഗാസിൽ കണ്ട പല കമ്പനികളുടെയും കാസിനോകൾ ഇവിടെയുണ്ട്. പലതിൻ്റെയും മുമ്പിൽ ഫൗണ്ടൻ ഷോകൾ, ലേസർ ഷോകൾ ഇതെല്ലാം രാത്രി നടക്കും. ഒരു ഗംഭീരമായ അനുഭവമാണ്. ഇനി നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നതെല്ലാം കുട്ടികളും മുതിർന്നവരും കുടുംബാംഗങ്ങളും എല്ലാമായിട്ട് സഞ്ചരിക്കുന്ന ആളുകളെയാണ്. പാശ്ചാത്യരും ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെ ആയ ആളുകൾ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണാം. അവരെല്ലാം വിത്ത് ഫാമിലിയാണ്. ഒരാഘോഷ മൂഡിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിനോ അല്ലെങ്കിൽ രാത്രി പെരുന്നാളിനോ അല്ലെങ്കിൽ രാത്രി ഉത്സവത്തിനോ ഒരു ഉത്സവപ്പറമ്പിലേക്ക് ചെല്ലുന്നത് പോലെ ഇങ്ങനെ ജനം ഒഴുകുകയാണ്. അങ്ങനെ നടന്ന് ഈ ഗ്രാൻഡ് ലിസ്ബോവ എന്ന് പറയുന്ന കാസിനോയുടെ മുമ്പിൽ ചെന്നു. അതിനകത്തൊന്ന് കയറി. അകത്ത് ക്യാമറ അനുവദിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് കയറി ഞാൻ കുറച്ച് കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഹോട്ടലിലേക്ക് തിരിച്ച് നടന്നു. ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് ഹോട്ടലിൽ തിരിച്ചെത്തി. ഇന്നലത്തെ ഒരു പെട്ടിക്കകത്തുള്ള ഉറക്കം എനിക്ക് ഭയങ്കരമായ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയില്ല. അതുകൊണ്ട് ഇന്ന് നേരത്തെ പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ലാവിഷായ ഹോട്ടൽ മുറിയിൽ ഗംഭീരമായ ആഡംബരത്തിൽ അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ക്യാമറ എടുത്തുകൊണ്ടിറങ്ങി. ഇന്ന് വേണമെങ്കിൽ സിറ്റി ബസ്സിൽ പിടിച്ച് യാത്ര ചെയ്യാം. ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചത്. നടന്ന ആദ്യം ഇവരുടെ ഒരു കുന്നിൻ്റെ മുകളിൽ വലിയൊരു കോട്ടയുണ്ട്. അത് പോർച്ചുഗീസുകാർ പണിത ഒരു കോട്ടയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ഇറങ്ങി വീണ്ടും നടന്ന് ചെല്ലുന്നതാണ് മറ്റൊരു പ്രധാന കാഴ്ച. ഒരു പള്ളിയുടെ സ്കെൽട്ടനാണ്. മക്കാവുവിൻ്റെ ഒരു ഐക്കൺ എന്ന പോലെ ഒരു സ്കെൽട്ടനാണ്, പള്ളിയുടെ സ്കെൽട്ടനാണ് നിൽക്കുന്നത്. അവിടേക്കാണ് ഈ പകൽ സമയത്ത് ടൂറിസ്റ്റുകളെല്ലാം ഒഴുകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാസിനോകളിൽ പകലും രാത്രിയൊക്കെ കളി നടക്കും. ആണുങ്ങളിൽ പലരും മുതിർന്ന ആളുകളും ഒക്കെ പലരും കാസിനോ കളിക്കാൻ പോകും പകൽ. ഈ സമയത്ത് ഇവരുടെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നറിയോ? അവർ ഈ കാഴ്ചകൾ കാണാൻ പോകും. ഭക്ഷണം കഴിക്കുക, മക്കാവുവിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോവുക. ഇതിന് സിറ്റി ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് സർവീസുകളൊക്കെ ഉണ്ട്. തകർന്ന പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്തോ തകർന്ന് അതേക്കൂടെ മരങ്ങൾ വളർന്നു നിൽക്കുകയല്ല, അതിനെ കലാപരമായി ഒരു ഐക്കൺ പോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുക. അതിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ലാൻഡ്സ്കേപ്പ് ചെയ്ത് അതിന് രാത്രിയിൽ നല്ല ലൈറ്റപ്പ് ചെയ്യാവുന്ന പോലെ ഒക്കെ പണിത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് റൂയിൻസ് ഓഫ് സെൻറ്റ് പോൾസ് എന്നാണ്. സെയിൻറ്റ് പോളിൻ്റെ പേരിലുള്ള ഒരു പള്ളിയായിരുന്നത്. ഇത് 1582 പണിത പള്ളിയാണ്. പക്ഷേ ഈ പണിത കാലം മുതൽ ഈ പള്ളിക്ക് കഷ്ടകാലമായിരുന്നു. പണിത് അധികം താമസിയാതെ തന്നെ തീ പിടിച്ച് അത് നശിച്ചു. പിന്നെ ഒരു 10-20 കൊല്ലം കൊണ്ട് വീണ്ടും പണിതു, വീണ്ടും തീ പിടിച്ചു. പിന്നെയും പലതവണ ഇത് തകർന്നു. പിന്നെ പലതവണ അത് അതിഗംഭീരം എന്ന രീതിയിൽ വീണ്ടും പണിതു. പിന്നീട് 1835 ഏറ്റവും വലിയൊരു ദുരന്തം അതിനുണ്ടായത്. വലിയൊരു ചുഴലിക്കാറ്റും ആ ചുഴലിക്കാറ്റിൻ്റെ കൂടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, തീപിടുത്തവും കൂടി ഉണ്ടായി. രണ്ടും കൂടെ ആ പള്ളി തകർത്തു. അതിനുശേഷം ഇവരത് ഉപേക്ഷിച്ചു. ഇനി അതിന് മേൽ അധികം പണിയുണ്ടാകും തീരുമാനിച്ചു. അന്ന് മുതൽ ഇത് ഇങ്ങനെ കിടക്കുക. പക്ഷേ അതൊരു കാഴ്ച തന്നെയാണ്. അതിനകത്ത് പഴയ അൾത്താരയും പള്ളിയിലെ പല ഭാഗങ്ങളും ഉണ്ട്, മേൽക്കൂരയില്ല. ഇതെല്ലാം കാണാൻ ആളുകൾ വരുന്നു. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. താഴേക്ക് സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി നമ്മൾ പോകാം. ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് റുവോ ദേ സാവോപോളോ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ്. ഈ റുവോ ദേ സാവോപോളോ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ സ്ട്രീറ്റാണ്, ഒരു പുരാതന പാതയാണ്. ഈ പാതയുടെ 2 വശങ്ങളിലും പോർച്ചുഗീസ് ശൈലിയിൽ ഒരു 300, 400, 500 വർഷം മുമ്പ് വരെ പണിത പോർച്ചുഗീസ് ആർക്കിടെക്ചറിലുള്ള കെട്ടിടങ്ങളാണ്. അത് 2 നില 3 നിലയൊക്കെ ഉള്ളൂ. അത് വളരെ രസമാണ്. അത് ഇന്നും ആ പ്രൗഢിയോടെ ഗരിമയോടെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുക. ഈ സ്ട്രീറ്റ് മുഴുവൻ നടക്കാൻ മാത്രമുള്ള സ്ട്രീറ്റാണ് റുവോ ദേ സാവോപോളോ. ആ സ്ട്രീറ്റിലെ നിലത്ത് ഒരു പ്രത്യേക രീതി കല്ല് വിരിച്ചിരിക്കുക. ഈ വെളുപ്പും കറുപ്പും കല്ലുകൾ കൊണ്ടാണ് സാധാരണ ഈ പോർച്ചുഗീസ് നഗരങ്ങളിലെല്ലാം സ്ട്രീറ്റുകളിൽ കല്ല് വിരിക്കുക. അതൊരു തിരമാലയുടെ ഷേപ്പിലായിരിക്കും. ഇങ്ങനെ നമ്മളൊരു എഴുതിയതുപോലെയാണ്, ഒരു തിരമാല തീരത്തടിക്കുന്നത് പോലെയാണ്. ഇതിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ എല്ലാ കടയിലും മൾട്ടി കളറിലുള്ള ഹലുവകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ഹലുവ ചില സ്ലൈസ് ചെയ്ത ഹലുവകളാണ്, അല്ല നമ്മുടെ കോഴിക്കോടൻ ഹലുവ പോലെ നല്ല കട്ടയായിട്ടുള്ളതല്ല, സ്ലൈസ് ചെയ്ത ഹലുവകൾ. ഇത് കാണുമ്പോൾ നമുക്ക് കൊതി വരും. ആളുകൾ ഇങ്ങനെ വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു.
ഞാൻ ഇത്ര ഒരു കടക്കകത്ത് കയറി. ഇതെന്താ സംഭവം എന്നറിയണമല്ലോ. ഇതൊന്ന് അപ്പോൾ ചില കടകളിൽ ഇത് ഫ്രീ സാമ്പിളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നടന്നപ്പോൾ ഒരു കടയിൽ ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാനും കയറി ചെന്നു. ഞാനും ഒരു കഷ്ണം വാങ്ങി. സംഭവം എന്താ അറിയോ, സ്പൈസി ആയിട്ടുള്ളൊരു സാധനം, മധുരമല്ല. ബക്വ എന്നാണ് അതിൻ്റെ പേര്. ഈ ബക്വ ഞാൻ ഈ കഴിച്ച സാധനം ഉണ്ടല്ലോ, പന്നിയിറച്ചി കൊണ്ടുണ്ടാക്കുന്നൊരു സാധനമാണ്. പന്നിയിറച്ചി അരച്ച് അതിനകത്ത് ചില സോസും മറ്റും സാധനങ്ങളെല്ലാം ചേർത്ത് പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കുറേ ദിവസങ്ങളുടെ പ്രോസസ്സിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണിത്. അത് നമ്മുടെ ഹൽവ പോലെ ഇരിക്കും, ഏതാണ്ട് റബ്ബർ പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. അതിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുക. അതിനെ പല പീസുകളായി കട്ട് ചെയ്ത് തരും. ബക്വ ഇത് ചൈനയുടെ ഉൾനാടുകളിലൊക്കെ വളരെ പ്രശസ്തമായ സാധനമാണ്. ഇവിടെ പക്ഷേ ഈ തെരുവിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ബക്വ ഷോപ്പുകളാണ്. അവിടെ വന്ന ആളുകൾ ഇത് വാങ്ങിക്കൊണ്ട് പോകും. കൂടാതെ തത്സമയം ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ ബേക്കറികളുണ്ട്. അത് ചൂടോടെ കൂടുകളിലിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഭക്ഷണ വൈവിധ്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ചൈനയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ചൈനയിലെ ഭക്ഷ്യവിഭവങ്ങൾ നമ്മളെ കൊതിപ്പിക്കും. നമ്മളിവിടെ ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഡ്രാഗൺ ചിക്കൻ, മറ്റേ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ചിക്കൻ, കുറേ പോർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണെങ്കിൽ ചൈനയിലൂടെയുള്ളൊരു യാത്രയിൽ ഉൾനാടുകളിലെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഇത്തരത്തിൽ ചെന്ന് അവരുടെ മെനു നോക്കി സമയമെടുത്ത് പഠിച്ച് കഴിക്കാമെന്നുണ്ടല്ലോ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള, ഇത്രയേറെ രുചി വൈവിധ്യമുള്ള ഭക്ഷണം ലോകത്ത് വേറെ ഒരു രാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ ചൈനീസ് ഫുഡ് ലോകം മുഴുവൻ ഇത്രയും പ്രശസ്തമാകുന്നത്. എല്ലാത്തിനും ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ രുചിയും മണവും ഒക്കെ അങ്ങനെ രസിച്ച് ആസ്വദിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഇങ്ങനെ നടന്ന് സെനാഡോ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുന്നു. ഈ സെനാഡോ സ്ക്വയർ എന്ന് പറയുന്നത് പുരാതനമായ കുറേ പ്രൗഢ നിർമ്മിതികൾ, നമ്മൾ ലിസ്ബണിലൊക്കെ ചെന്നിറങ്ങിയ പോലെയാണ്. അതുപോലത്തെ പ്രൗഢമായ കുറേ കെട്ടിടങ്ങൾ, അവിടുത്തെ പ്രധാന തിയേറ്ററുകൾ, ലൈബ്രറികൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാന കെട്ടിടങ്ങൾ ഈ സ്ക്വയറിലൂടെയൊക്കെ നടന്നു. അവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് മെനക്കെട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അടുത്തതായിട്ടൊരു ആമക്ഷേത്രമുണ്ട്. ആമയല്ല, യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്രമാണ്. ബസ്സിൽ ചെന്നു. അവിടെ ചെന്നിറങ്ങി. ഇറങ്ങുമ്പോൾ വലിയൊരു കോമ്പൗണ്ടാണ്, വലിയൊരു പ്രദേശം. അവിടെ മരങ്ങളിലെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ചൈനീസ് ഫ്ലാഗുകൾ, ചൈനീസ് കൊടിതോരണങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിരിക്കുന്നു. 6 ക്ഷേത്രങ്ങളുടെ വലിയൊരു കോംപ്ലക്സാണിത്. അതൊരു മലഞ്ചെരുവിൽ, താഴ്വാരത്ത് നമ്മൾ പോയി നിൽക്കുന്നതെങ്കിൽ മലയുടെ ആ കുന്നിൻ്റെ ചെരുവ് മുഴുവൻ ഈ ക്ഷേത്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പടിക്കെട്ടുകൾ, ഈ മലയിൽ ഉരുളം കല്ലുകളുണ്ട്, കൂറ്റൻ ഉരുളം കല്ലുകൾ. ഈ ഉരുളം കല്ലുകളിലെല്ലാം ചൈനീസ് ഭാഷയിൽ മന്ത്രങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും എഴുതി കൊത്തിവെച്ചിരിക്കുന്നു. ചുവന്ന ഡെക്കറേഷൻസ്, ചുവന്ന കടലാസും തുണിയും ഒക്കെയാണല്ലോ ചൈനക്കാരുടെ നിറം എന്ന് പറയുന്നത്. ചുവന്ന പടിപ്പുരകൾ, സ്റ്റെപ്സ് കയറി ഇങ്ങനെ നടക്കാം, ഇറങ്ങാം. ഈ ആമാക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരു യുവതിയുടെ പ്രതിഷ്ഠയാണ്. മാസു എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് അക്കാലത്ത്. താവോ മതക്കാരുടെ ഒരു കേന്ദ്രമാണിത്. ഈ ചൈനയിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയും, അവിടെ കമ്മ്യൂണിസം ഉണ്ട്, ആധുനിക ചിന്തകളുണ്ട്, ടെക്നോളജി വളരെ വലുതാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ചൈനയിലെ ഉൾനാടുകളിലേക്ക് ചെല്ലുമ്പം അവിടെയെല്ലാം തീവ്രമായ ഭക്തിയുള്ള, ഒരു പരിധിവരെ അന്ധവിശ്വാസം വരെ പുലർത്തുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പന്നിയുടെ തല, സാമ്പ്രാണിത്തിരി, അതുപോലെ തന്നെ മദ്യം, പട്ടച്ചാരായം, ഇതൊക്കെ നേദിക്കുന്നു ദൈവത്തിന് മുമ്പിൽ. കൊമ്പമീശയും ഭീകര രൂപമൊക്കെയുള്ള ദൈവങ്ങൾ, ചിലത് സാത്വികരായ ദൈവങ്ങൾ, ഇങ്ങനെ പലതരം ദേവതകൾ, രാക്ഷസരൂപികളായ ദൈവങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അവിടെയൊക്കെ പ്രതിമകളുണ്ട് ഇവരുടെ. ഈ പ്രതിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി വരുന്ന രൂപങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇവരുടെയൊക്കെ മുമ്പിലാണ് ഈ പന്നിയുടെ തലയും ഈ മദ്യക്കുപ്പിയും ഒക്കെ നേദിക്കുന്നത്. ഇതൊക്കെ ചൈനയുടെ എല്ലാ ഗ്രാമങ്ങളിലും നമുക്കിത് ചെന്നാൽ കാണാൻ പറ്റും. അതുതന്നെ ഇവിടെയുണ്ട്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞാൻ കുറേ നേരം അവിടെ നടന്നു. പിന്നെ അടുത്ത ബസ് വന്നു, അതിൽ കയറി ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഈ മക്കാവുവിൻ്റെ പല ഭാഗങ്ങളും പല രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. ചില ഭാഗം മോഡേണാണ്, ഗംഭീരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കൊക്കെ ഉണ്ടാക്കി, കല്ല് വിരിച്ച ഭാഗങ്ങൾ, അതുപോലെ തന്നെ കൈവരികൾ പിടിപ്പിച്ചത്, കടൽ തീരത്തെ അതിമനോഹരമായ പ്രൊമനേഡുകൾ, ഇങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ യാത്ര ചെയ്ത് മക്കാവു ടവർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗോപുരത്തിൻ്റെ ചവിട്ടിക്കൊണ്ട് വണ്ടി നിർത്തി. ഈ മക്കാവു ടവർ എന്ന് പറയുന്നത് ഏകദേശം 80 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ളൊരു ടവറാണ്. 240 മീറ്ററോളം ഉയരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. അതിന് ലിഫ്റ്റുണ്ട്. അപ്പോൾ അതിലൊന്ന് കയറിയാൽ ഈ മക്കാവ് മൊത്തം കാണാം. ഇത് കടൽ തീരത്തായി ഈ മക്കാവ് ടവർ ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് കയറാൻ തീരുമാനിച്ചു. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കിട്ടും. മാത്രമല്ല ഈ മക്കാവ് ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചില അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റും. ചില സാഹസിക പരിപാടികളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ബഞ്ചി ജമ്പിങ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതിൻ്റെ മുകളിലൊരു പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ വന്നിട്ട് കാലയിൽ വടം കെട്ടിയിട്ട് നമ്മളെ താഴേക്കിടും. നമ്മൾ തലകുത്തി നേരെ താഴേക്ക് വന്ന് വീഴും.
അടി മുട്ടില്ല, അതിന് തൊട്ട് മുമ്പ് വീണ്ടും ഒരു റബ്ബർ ബാൻഡ് പോലത്തെയാണിത്, റബ്ബറൈസ്ഡ് ആണിത് ഈ വടം. താഴെ വന്ന് മുട്ടിയില്ലാന്ന് മട്ടി പോയിട്ട് പിന്നെ തിരിച്ച് മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് പോകും, ഇങ്ങനെ ആടി ആടി അവസാനം താഴെ നിലത്തേക്ക് ഇറക്കും. താഴെ പിടിച്ചിറക്കാൻ ആളൊക്കെ ഉണ്ട്. വേറൊന്ന് സ്കൈ വാക്കിംഗ് ആണ്. ഈ ടവറിൻ്റെ ചുറ്റോട് ചുറ്റും ചെറിയൊരു ബീം വെച്ചിട്ടുണ്ട്. ഈ ബീമേ കൂടെ നമുക്ക് ചുറ്റോട് ചുറ്റും നടക്കാം. 240 മീറ്റർ ഉയരത്തിൽ, അതായത് 80 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ കൂടെ നമ്മൾ ഈ ടവറിൻ്റെ ചുറ്റും പുറത്തുകൂടെ വെച്ചിരിക്കുന്ന ഒരു ബീമേ കൂടെ നമുക്ക് നടക്കാം. ടിക്കറ്റ് എടുത്തു, ലിഫ്റ്റിൽ കയറി നേരെ മുകളിലെത്തി ഈ നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ഇറങ്ങി. ഒബ്സർവേഷൻ ഡെക്കിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ വ്യൂ കാണുകയാണ്. നമ്മളിപ്പോൾ കടലിൻ്റെ വക്കിലാണ് ഈ ടവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ട് താഴെ കടലാണ്. അങ്ങകലെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്, അങ്ങനെ 4.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്, അങ്ങകലെ ഹോങ്കോങ്ങിൻ്റെ ഒരു ചെറിയ നിഴൽ രൂപം, അതിൻ്റെ മലനിരകൾ, പിന്നെ ഇവിടെ ഈ മക്കാവുവിലെ കാസിനോകൾ അങ്ങ് താഴെ കുള്ളന്മാരായിട്ട് നിൽക്കുന്നു. നമ്മൾ കണ്ട ഗ്രാൻഡ് ലിസ്ബോയൊക്കെ ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് താഴെ, മറ്റു കാസിനോകൾ, മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പട്ടണം, അതിൻ്റെ എല്ലാ കാഴ്ചകളും കാണാം. അതുപോലെ തന്നെ ബാർജുകളും വമ്പൻ കടൽ വാഹനങ്ങളും ഇങ്ങനെ കടൽ തീരത്തൂടെ പോകുന്നു. ഹോങ്കോങ് പോർട്ടിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളും ചെറിയ ഫീഡർ ഷിപ്പുകളൊക്കെ കടന്നു പോകുന്നു. ഇതെല്ലാം ഷൂട്ട് ചെയ്തു. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ വേറൊരു ഭാഗത്ത് നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായ ഒരു സാധനമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരം ടവറുകളിൽ ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിലത്ത് ഈ ടവറിൻ്റെ മുകളിൽ കുറേ ഭാഗം ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി നിന്നാൽ ഉണ്ടല്ലോ, അങ്ങ് താഴെ 80 നിലയുടെയും താഴെ നിലത്ത് താഴെ കൂടെ ബസ് പോകുന്നതാണ് റോഡിൽ കൂടെ. ഈ ചില്ലെങ്ങാനും പൊട്ടിയാൽ നമ്മളൊരു പോക്കാണ് പിന്നെ താഴോട്ട്. കുട്ടികൾ ചിലർ ഇതൊന്നും അറിയാതെ ഓടി വന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് ഇവൻ നിൽക്കുന്നത് ആകാശത്തിലാണെന്ന്. അവിടെ നിന്ന് ഒരു അലർച്ചയും വീഴ്ചയും കൂടി അവൻ വീഴുക അതിലേക്ക്, എന്നിട്ട് അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ രസകരമായ കുറേ കാഴ്ചകളുണ്ട്. അതിലൂടെ നടന്ന് റൗണ്ട് ചെയ്യാം. ഒരു ഭാഗത്ത് ചെല്ലുമ്പോഴാണ് ഈ ബഞ്ചി ജമ്പിങ്ങിനുള്ള എൻട്രൻസ്. അത് ടിക്കറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തവരെ ആദ്യം എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ അവരെ ഈ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കും. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചാടുന്നത്, അതിനുള്ളൊരു ഓറിയൻറ്റേഷൻ. പിന്നെ അവരുടെ വെയിറ്റ് നോക്കും. ആ വെയിറ്റിന് തുല്യമായ ഹാർനസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തും. എന്നിട്ട് ഹാർനസ് കെട്ടും. ഹാർനസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ബന്ധിക്കുന്ന കുറേ സാധനങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റും. ഈ ഹാർനസ് ഈ ചാടുന്നത് മുമ്പ് ഈ വക്ക കയറ്റി നിർത്തണമല്ലോ, ഒരു പ്ലാറ്റ്ഫോമുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുമ്പോൾ ഈ ഹാർനസയിൽ നിന്ന് കുടുക്കിട്ടിട്ടാണ് ഇവൻ്റെ സേഫ്റ്റി. ചാടുമ്പോഴല്ല, ചാടുന്നതിന് മുമ്പുള്ള സേഫ്റ്റിക്ക് വേണ്ടി. അതുകൂടാതെ ഇതേ കയറി നിൽക്കണം. കയറി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രീഫിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് കാലയിലാണ് ഇത് കെട്ടുക. കാലയിൽ ഒരു പ്രത്യേക രീതിയിൽ ഇത് കെട്ടും. എന്നിട്ട് അതേലേക്ക് ഈ വടം കെട്ടും. എന്നിട്ട് ഒരാളിങ്ങനെ ഇയാളെ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി അറ്റത്ത് കൊണ്ടുപോയി നിർത്തുന്നു. കൗണ്ട് ഡൗൺ പറയുന്നു. പയ്യെ ഒന്ന് ഉന്തുന്നു, ചാടുന്നു. ഒരലർച്ചയോടെ അങ്ങ് താഴേക്ക് പോകുന്നു. താഴെ ചെന്ന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ റബ്ബർ ബാൻഡ് കല്ല് കെട്ടി വിട്ടതുപോലെ അങ്ങ് പോയി മുട്ടിയില്ലാതെ പറഞ്ഞ് പിന്നെ തിരിച്ച് കയറി വരുന്നു. പിന്നെ വീണ്ടും താഴുന്നു, പിന്നെ പൊങ്ങുന്നു. കുറച്ച് ആടിയും പൊങ്ങിയും ഒന്ന് സ്റ്റേബിളായി കഴിയുമ്പോൾ പിന്നെ പയ്യെ ഇവിടെ റിലീസ് ചെയ്ത് താഴെ ഇറക്കുന്നു. താഴെ ഇവരുടെ സ്റ്റാഫുണ്ട്. ഒരു ഓറഞ്ച് ടീഷർട്ടൊക്കെ ഇട്ട ആളുകൾ മുകളിലുണ്ട്, താഴെയുണ്ട്. അവർ ഇയാളെ പിടിച്ചിറക്കി കാലിൽ നിന്ന് ഇതെല്ലാം അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും വലിച്ച് മുകളിലേക്ക് കയറ്റി അടുത്ത ആളെ കെട്ടി താഴേക്ക് വിടുന്നു. വേറൊരിടത്ത് ഒരു പെൺകുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്കൈ വാക്കിന് തയ്യാറെടുക്കുകയാണ് ഈ പാലത്തേക്ക് നടക്കാൻ. അതും ഇതുപോലെ തന്നെയാണ്. ഓറിയൻറ്റേഷൻ എല്ലാം കൊടുക്കുന്നു, ഈ ഹാർനസ് എല്ലാം കെട്ടി. ഈ മുകളിലത്തെ ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ കൂടെ ഒരു കപ്പിയുണ്ട്. ഈ കപ്പിയിലായിട്ട് അത് കെട്ടുന്നത്. അപ്പോൾ നടക്കുന്ന കൂടെ ഇതും കൂടെ ഈ ഹാർനസും ഇങ്ങനെ ആ വടവും ഇങ്ങനെ കൂടെ വരും. ഇതെല്ലാം കണ്ടു, ഷൂട്ട് ചെയ്തു. ഇനിയും താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി സമയം കളയണ്ട. പെട്ടെന്ന് ലിഫ്റ്റിൽ താഴെ വന്നപ്പോൾ അടുത്ത ഒരാൾ ചാടി നിലത്തിങ്ങനെ വന്ന് മുട്ടിയില്ലാന്ന മട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നു. അവൻ പലതവണ ഇങ്ങനെ പൊങ്ങുന്നു, താഴുന്നു. ഒടുവിൽ താഴെ നിന്ന സ്റ്റാഫ് അയാളെ ബഞ്ചി ജമ്പ് കഴിഞ്ഞ് ഇറക്കി വിടുന്നു, റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ബസ് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഈ മക്കാവുവിൻ്റെ ഗ്രാമങ്ങൾ കാണാൻ, ടൂറിസ്റ്റുകൾ പറ്റാത്തൊരു സ്ഥലം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ നഗരം, ഈ കാസിനോക്കെയുള്ള ആ ഡൗൺ ടൗൺ ഏരിയ കഴിഞ്ഞു. പിന്നെ പഴയ കെട്ടിടങ്ങളായി. പിന്നെ ഈ പറഞ്ഞ പോർച്ചുഗീസ് ശൈലിയിലുള്ള, നമ്മൾ പഴയ ഗോവയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പോലെയായി. കുറച്ചുകൂടെ വൃത്തിയൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ വെടിപ്പുണ്ട്, കുറച്ചുകൂടെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഭാഗത്തൂടെ പോയി ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പായപ്പോൾ എത്തി. മക്കാവുവിൻ്റെ അതിർത്തിയായി. അത് കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ്. അവിടെ കൊണ്ട് ബസ്സിൻ്റെ സർവീസ് തീരുക. പിന്നെ അത് തിരിച്ചു പോരും. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ചുറ്റും നടന്നു. പലവിധ കച്ചവട പീടികകൾ, സ്ഥാപനങ്ങൾ. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ചന്ത കണ്ടു. അതിനകത്ത് ചെന്ന് കയറി. ഈ ചന്തയിൽ 3 നിലയാണ്.
ആദ്യത്തെ നിലയിൽ പച്ചക്കറിയാണ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ അത് സാധാരണ ഈ കിഴക്കൻ ഏഷ്യൻ മാർക്കറ്റൊക്കെ പോലെ തന്നെ. രണ്ടാം നിലയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ മീൻ കച്ചവടമാണ്. പെണ്ണുങ്ങളാണ് ഈ കച്ചവടക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും. പലതരം മീൻ, ജീവനുള്ള മീനെ ടംബ്ലറുകളിലും ടാങ്കുകളിലും ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിന് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ ചെന്ന് കഴിഞ്ഞാൽ മാംസമാണ് മൂന്നാം നിലയിൽ. ഈ മാംസത്തിൻ്റെ ചന്തയിലെ പ്രത്യേകം എന്തറിയോ, അതിനകത്ത് മിക്കവാറും ബഹുഭൂരിപക്ഷവും പന്നിയാണ്. ഇവർക്ക് അല്പം ഇറച്ചിയും, അതും പന്നിയിറച്ചിയുടെ ഒരു അംശമില്ലാതെ ഒരു സാധനം കഴിക്കാൻ മേല. ഒരു വർഷം 4.5 കോടി പന്നികളെയാണ് ചൈന കൊല്ലുന്നത് ഇറച്ചിക്ക് വേണ്ടി മാത്രം. ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഈ പറഞ്ഞത്, ഏകദേശ കണക്ക്. അങ്ങനെ ആ ചന്തയിലെ ജീവിതമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി അടുത്ത ബസ് പിടിച്ചു, നേരെ ഡൗൺ ടൗണിലേക്ക്. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഈ പുറത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഈ ഓരോ സ്റ്റോപ്പിൽ നിന്നും പുതിയ ആളുകൾ കയറി വരുന്നുണ്ട്. ചന്തയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് ഈ ബസ്സിൽ കയറി വരുന്നവരുണ്ട്. ഇവർ തമ്മിൽ കുശലം പറയുന്നുണ്ട്, വീട്ടിലേക്ക് മൊബൈലിൽ ഫോൺ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ജീവിതം, അവരുടെ ഒരു ബിഹേവിയർ, അവരെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടിങ്ങനെ നിരീക്ഷിച്ചാൽ പോരുന്നത്. അങ്ങനെ വീണ്ടും ഡൗൺ ടൗൺ ഏരിയയിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് സന്ധ്യയായി. ഇന്നലെ രാത്രിയിലെ പോലെ ഈ കാസിനോകളെല്ലാം ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. അതിമനോഹരമായി ആരെയും ആകർഷിക്കുന്ന മട്ടിൽ ഇലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ലിസ്ബോയ്ക്കകത്ത് അതിൻ്റെ പുറത്തെ ഈ ഗോളം പോലത്തെ ഭാഗമെല്ലാം LED-യുടെ വലിയൊരു ഉരുണ്ട വാളാണ്. അതിൽ ഭയങ്കരമായ ഷോകൾ നടക്കുന്നു. അതിഗംഭീരമാണ്. ഒരു അത്ഭുത ലോകത്ത് ചെന്നിറങ്ങിയതുപോലെയാണ്. ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് കയറി. ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് കാണാമല്ലോ, ആസ്വദിക്കാമല്ലോ. അങ്ങനെ കയറി ചെല്ലുന്നു. കയറാൻ ആരും ടിക്കറ്റ് എടുക്കണ്ട, കളിക്കണേ കാശ് മുടക്കണം. ഈ കാസിനോകളുണ്ടല്ലോ, ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ്. ഇത് വെൽ കാൽക്കുലേറ്റഡ്, പ്രൊഫഷണലി ഡ്രിവണാണ് ഈ കാസിനോകളുടെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് ഇവർ പറയുന്നത് ഹൗസ് എഡ്ജ് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഹൗസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ ഗെയിം മെഷീനാവട്ടെ, അല്ലെങ്കിൽ മറ്റ് റൗണ്ട് ടേബിളുകളിൽ ഇരുന്ന് കളിക്കുന്ന കളികളാവട്ടെ, നിങ്ങൾക്ക് കാശ് കിട്ടുന്നതായിട്ട് ആദ്യം തോന്നലുണ്ടാക്കും, ചെറിയ കാശ് തരും. പക്ഷേ അൾട്ടിമേറ്റ്ലി ലോങ് റണ്ണിൽ കമ്പനിക്ക് വൻ ലാഭം ഉണ്ടാകുന്ന പോലെ എല്ലാ മെഷീനും സെറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാ കളിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ, ഏതെങ്കിലും മെഷീനിൽ കൂടുതൽ കാശ് പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ അവരുടെ കളികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരുടെ മെഷീൻ സോഫ്റ്റ്വെയർ കറക്ഷൻസ് നടത്താൻ പോലും പറ്റും. അങ്ങനെ ഇപ്പോൾ ഗെയിം മെഷീനുകളുണ്ട്. ഈ ഗെയിം മെഷീനുകൾ നമ്മൾ പോയിരുന്ന് കളിക്കുമ്പോൾ ഒരു 10 തവണ കാശ് ഇട്ട് കഴിയുമ്പം ഒരു തവണ നമുക്ക് ഒരെണ്ണം കിട്ടും. നമ്മൾ ഏറ്റുപോകാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇത് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ ടെക്നോളജികളിലൂടെ കുറച്ച് പൈസ തന്ന് നമ്മളെ വീണ്ടും പ്രേരിപ്പിക്കും. 10,000 പേര് ലോട്ടറി എടുക്കുമ്പോൾ ഒരാൾക്ക് അടിക്കുന്നു പറഞ്ഞ പോലെ ഉള്ളൂ. ഈ അടിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സന്തോഷം, എനിക്കും ഒരു പ്രതീക്ഷ എന്ന് മാത്രമല്ല, ഈ സമ്മാനം അടിക്കുമ്പോൾ ഒരു പ്രത്യേക മണിയടി ശബ്ദം മെഷീനിൽ നിന്ന് കേൾക്കും. നമ്മൾ ഈ ഒരു ഹോളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വർണ്ണവിസ്മയം, ഭയങ്കരമായ ലൈവ് ആയിട്ടുള്ള ലൈറ്റിങ്, കളർഫുള്ളായ ആംബിയൻസ് പുറം കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി കളി തുടങ്ങി കഴിഞ്ഞാൽ നേരെ ഇരുട്ടിയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. ക്ലോക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മളെ നിരന്തരം എത്ര മണിക്കൂർ പോയാലും അറിയാത്ത മട്ടിൽ അതിനകത്ത് നിർത്തുന്നു. അതുപോലെ തന്നെ നിരന്തരം അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഈ മണിയടി ശബ്ദം, അതുപോലെ ഈ മെഷീൻ കറങ്ങുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഈ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പരിചാരകർ വന്ന് നമുക്ക് ഡ്രിങ്ക്സ് തരുന്നു, മദ്യം വേണ്ടവർക്ക് മദ്യം തരുന്നു. അപ്പോൾ ഇവർ വന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവരുടെ നിരീക്ഷണം നടക്കുന്നുണ്ട്. ക്യാമറയിലൂടെ അവർ നിരീക്ഷിക്കുകയാണ് ആരാണ് കൂടുതൽ പൈസയ്ക്ക് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ അവിടെ നിന്ന് ഏൽപ്പിച്ചു വിടാൻ പാടില്ല. അപ്പോൾ അവിടുത്തെ കൺട്രോൾ റൂമിൽ നിന്ന് പരിചാരകർക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടും, ഇത്രാമത്തെ മെഷീനിലിരിക്കുന്ന ആൾ നന്നായിട്ട് കാശിറക്കിക്കൊണ്ടിരിക്കുകയാണ്, പോയി കൊടുക്കുമോ. അയാളുടെ അടുത്ത് വന്ന് മദ്യം ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്നറിയോ, ഇവർക്ക് ഈ മദ്യം ഇത്തിരി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവനെ കാശ് കളയാനുള്ള മടിയൊക്കെ അങ്ങ് മാറും. പിന്നെ അങ്ങ് കാശ് ലാവിഷായിട്ട് അങ്ങ് ഇറക്കാൻ തുടങ്ങും. വീണ്ടും മദ്യം കിട്ടും. ഇവനെ ഒരു പെഗ് മദ്യം കൊടുക്കുന്നത് എന്താ നഷ്ടം? $100,000 ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ഇവരെ വീണ്ടും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞ ഒരു കാസിനോ എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മൈക്രോ ചിപ്പുകളും 100 കണക്കിന് ഹൈ ഡെഫിനിഷൻ ക്യാമറകളും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ട് ഒരു തരത്തിലും കമ്പനിക്ക് നഷ്ടം വരില്ല, എന്നാൽ ഇവനെ പ്രലോഭിപ്പിച്ചും ചെറിയ സമ്മാനങ്ങൾ കൊടുത്തും നിലനിർത്തുന്ന ഒരു ടെക്നോളജിയാണ് കാസിനോ. ഒരു രസകരമായ ആംബിയൻസാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല. ആ അത്ഭുതകരമായ ലോകത്തൂടെ രാത്രി ഏറെ വൈകുവോളം ഞാൻ നടന്നു. പിന്നെ തിരിച്ച് ഹോട്ടലിലേക്ക്.
റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.